സ്വർഗീയ മന്ന എന്ന ബൈബിൾ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയമെന്നാൽ അന്ധതയുള്ള കണ്ണുകൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നാം നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും കണ്ണുകളുണ്ട്, നമുക്കെല്ലാം കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പലരും കണ്ണ് കാണാതെ അന്ധന്മാരായി ഈ ലോകത്തിൽ ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കണ്ണുകൾ ഉണ്ടായിട്ടും അന്ധന്മാരുടെ അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ്. എനിക്ക് പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുവചന സത്യങ്ങൾ എനിക്ക് പഠിപ്പിച്ച് തരുമായിരുന്നു. അദ്ദേഹം കോളേജിൽ പ്രൊഫസറായിട്ട് സേവനം ചെയ്തു, വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ളൊരു വാർത്ത ലഭിച്ചു. ഞങ്ങളുടെ ക്ലാസ്സിൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത ലഭിച്ചത്. വളരെയധികം സന്തോഷത്തോടുകൂടി അദ്ദേഹം എൻ്റെ കുഞ്ഞിനെ കാണുവാനായിട്ട് ഞാൻ പോകുകയാണ് എന്ന് ഞങ്ങളോട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ വാസ്തവത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ആശുപത്രിയിൽ പോയാലും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ കാണുവാനായിട്ട് സാധ്യമല്ല. ഒരു അന്ധനായിരിക്കുന്നത് കൊണ്ട് തൻ്റെ കുഞ്ഞിനെ കാണുവാനായിട്ട് സാധ്യമല്ല. എത്ര നിർഭാഗ്യപരമായ ഒരു കാര്യമാണ്. ജീവിതത്തിൽ തൻ്റെ പ്രിയ ഭാര്യയുടെ മുഖമോ തൻ്റെ കുഞ്ഞിൻ്റെ മുഖമോ പ്രിയപ്പെട്ടവരുടെ അവരുടെ മുഖമോ ഈ ലോകത്തിലുള്ളതായ പ്രകൃതിയുടെ ആ മനോഹരതയോ ഒന്നും തന്നെ അദ്ദേഹത്തിന് കാണുവാനായിട്ട് കഴിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പരിജ്ഞാനത്തിൽ അദ്ദേഹം എല്ലാം അറിയുകയും കേൾക്കുകയും സാധാരണ കണ്ണുകൾ ഉള്ള വ്യക്തികളെക്കാളും വളരെയധികം ബൗദ്ധികമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും കഴിവുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹം ആ കുഞ്ഞിനെ കാണുവാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ചിലർ അവിടെ കരയുകയും ഈ പ്രിയ അധ്യാപകന് ഇപ്രകാരമായൊരു അവസ്ഥ ഉണ്ടായല്ലോ എന്ന് വ്യസനിക്കുകയും ചെയ്തു. എന്നാൽ കണ്ണുകൾ ഉണ്ടായിട്ടും നമ്മൾ കണ്ണുകളില്ലാത്തവരെ പോലെ നാം ജീവിതം നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എത്രയോ പേർക്ക് ദൈവം തന്ന ഈ അനുഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ നന്മയായ കാര്യങ്ങൾ നാം ദർശിക്കുന്നതിന് പകരം, നല്ല കാര്യങ്ങൾ ദർശിക്കുന്നതിന് പകരം ചീത്തയായ കാര്യങ്ങൾ നാം കാണുവാനായിട്ട് എപ്പോഴും നാം തത്രപ്പാടുപെടുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ദൈവം ഈ കണ്ണുകൾ നമുക്ക് നൽകിയിരിക്കുന്നത് സന്മാർഗ പാതയിലൂടെ സഞ്ചരിക്കുവാനും നന്മയായ കാര്യങ്ങൾ മാത്രം, നല്ല കാര്യങ്ങൾ മാത്രം കാണുവാനും വേണ്ടിയിട്ടാണ്. എന്നാൽ തിന്മ പ്രവർത്തിക്കുവാനായിട്ട്, തിന്മയായ കാര്യങ്ങൾ കാണുവാനും ചീത്ത കാര്യങ്ങൾ കാണുവാനായിട്ടാണ് നമ്മളെപ്പോഴും വെമ്പൽ കൊള്ളുന്നത്. ഇവിടെ ഒരു പ്രത്യേകമായ ഒരു അനുഭവം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു തരം മൂർഖൻ പാമ്പിനെ കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചിലർ പറയും 8 അടി മൂർഖൻ എന്നൊക്കെ, അങ്ങനെയുള്ളതായ, അല്ലെങ്കിൽ നാഗം എന്ന്, കരിമൂർഖൻ എന്നൊക്കെ പറയും. ഇപ്രകാരമായ ഒരു സർപ്പം അല്ലെങ്കിൽ മൂർഖൻ പാമ്പിനെ കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ മൂർഖൻ പാമ്പ് അത് ചെയ്യുന്നത് എന്തെന്നാൽ തൻ്റെ ശത്രുവിൻ്റെ കണ്ണുകളെ നോക്കിക്കൊണ്ട് ആ ശത്രുവിൻ്റെ കണ്ണുകളിലേക്ക് എന്തു ചെയ്യും, ആ വിഷം അവിടെ ചീറ്റുകയും ആ കണ്ണിൽ ഈ വിഷം വന്ന് പതിക്കുമ്പോൾ കണ്ണ് അവിടെ കാണുവാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, അന്ധതയിലേക്ക് അല്ലെങ്കിൽ അന്ധന്മാരായി തീരുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ആ പാമ്പിൻ്റെ ഇരയെ പിടിക്കുവാൻ വേണ്ടി ആ ഇരയുടെ കണ്ണുകളിലേക്ക് ഈ വിഷം ചീറ്റുകയും ആ ഇര കണ്ണ് കാണാതെ വിഷമിക്കുമ്പോൾ അതിനെ പിടിച്ച് ഭക്ഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഈ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നതായ ഒരു ശാസ്ത്രജ്ഞൻ R.C.H. സ്വീനി എന്നുള്ളതായ മഹൽ വ്യക്തി ഒരിക്കൽ അദ്ദേഹം ആഫ്രിക്കയിലായിരുന്ന സമയത്ത് ആരോ വന്ന് പറഞ്ഞു, അവിടെ ഒരു പാമ്പുണ്ട്, ആ പാമ്പിനെ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് അതിനെ പിടിച്ച് അല്ലെങ്കിൽ അതിനെ ഇവിടെ നിന്ന് ഓടിച്ചു കളയണമെന്ന് അവിടെ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വളരെയധികം ധൈര്യത്തോടു കൂടി തന്നെ
അദ്ദേഹം പല മൃഗങ്ങളെയും അല്ലെങ്കിൽ പാമ്പിനെയും എല്ലാം പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഓടി വന്നു. ധൈര്യത്തോടു കൂടി അദ്ദേഹം അവിടെ ആ പാമ്പിനെ പിടിക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു. അവർ പറഞ്ഞു ആ പെട്ടിക്കുള്ളിലാണ് ആ പാമ്പ് കയറിയത്. അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി ആ പെട്ടി തുറന്നു നോക്കി, പാമ്പില്ല. നോക്കിയപ്പോൾ അവിടെയുള്ള അലമാരയുടെ അടിയിലേക്ക് ഈ പാമ്പ് കയറിയിരിക്കുകയാണ്. അദ്ദേഹം അതിനെ അവിടെ നിന്ന് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ അപ്പോൾ തന്നെ പെട്ടെന്ന് ആ പാമ്പ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷം ഈ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് അത് ചീറ്റുകയാണ് ചെയ്തത്. ആ ശാസ്ത്രജ്ഞൻ്റെ കണ്ണുകളിലേക്ക് ഈ വിഷം പതിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തിയോട് എളുപ്പം നിങ്ങൾ കുറച്ച് പാല് കൊണ്ടുവരിക, അല്ലെങ്കിൽ വേറെ ആൽക്കലൈൻ സൊല്യൂഷൻ കൊണ്ടുവരിക, എൻ്റെ മുഖം കഴുകുവാൻ. അങ്ങനെ ആ ആൽക്കലൈൻ സൊല്യൂഷൻ കൊണ്ടുവന്ന് മുഖം പെട്ടെന്ന് കഴുകിയപ്പോൾ അങ്ങനെ അദ്ദേഹം ആ കണ്ണ് അന്ധതയിലെ അവസ്ഥയിലേക്ക് ആയിപ്പോകാതെ, ആ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടാതെ അതിനെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിച്ചു എന്ന് ഇവിടെ ഒരു ആർട്ടിക്കിളിൽ സൂചിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കണ്ണ് അന്ധത അല്ലെങ്കിൽ അന്ധതയായി കഴിഞ്ഞു കഴിഞ്ഞാൽ, കണ്ണ് കാണാത്തൊരു അവസ്ഥയിലേക്ക് ആയിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, പെട്ടെന്ന് നമ്മൾ ഒരു ഇരുട്ടുമുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ ലൈറ്റ് അല്ലെങ്കിൽ ആ വിദ്യുച്ഛക്തി ഇല്ലാതായി പോകുമ്പോൾ ലൈറ്റുകളെല്ലാം അണയുന്നു, അന്ധകാരം ചുറ്റും പിടിപെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നും തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. ആ ഒരു അവസ്ഥയിലാണ് ജീവിതം മുഴുവനും കണ്ണ് കാണാതെ ജീവിക്കുന്നവരുടെ ഒരു അവസ്ഥ. എന്നാൽ ഞാൻ ആത്മീയമായി ഒരു അന്ധതയെക്കുറിച്ചാണ് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാം. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു. നിൻ്റെ സഹോദരനെ നീ പകയ്ക്കുകയാണെങ്കിൽ നീ എന്താണ്? ഇരുട്ടിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇരുട്ടിൻ്റെ അവസ്ഥയാണ്. നിൻ്റെ സഹോദരനെ നീ പകയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? നീ ഇരുട്ടിലിരിക്കുന്ന ഒരു അനുഭവമാണ് നിനക്കുള്ളത്. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിൻ്റെ സഹോദരനെ നീ പകയ്ക്കുന്നവനാണോ? നിൻ്റെ സഹോദരനെ നീ പകയ്ക്കുന്നവനാണെങ്കിൽ നീ ഇരുട്ടിലിരിക്കുന്ന ഒരു അനുഭവമാണ് നിനക്ക് എന്ന് തിരുവചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോൾ സഹോദരനെ പകയ്ക്കുന്നവന് ഇപ്രകാരമായ ഒരു അനുഭവമെങ്കിൽ നമ്മൾ നമ്മുടെ മറ്റ് പ്രിയപ്പെട്ടവരെ പകയ്ക്കുന്നവരായി ജീവിക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതം എപ്രകാരമായിരിക്കും? നീ നിൻ്റെ മാതാപിതാക്കളെ പകയ്ക്കുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ നീ നിൻ്റെ ഭാര്യയെ പകച്ച് ജീവിക്കുന്നവനാണെങ്കിൽ, നിൻ്റെ കുഞ്ഞുങ്ങളെ വെറുത്ത് ജീവിക്കുന്നവനാണെങ്കിൽ, നിൻ്റെ സഹജീവനക്കാരെ നീ വെറുത്ത് ജീവിക്കുന്നവനാണെങ്കിൽ, സാമൂഹിക ബന്ധങ്ങളിലുള്ള സ്നേഹിതന്മാരെ നീ പകച്ച് ജീവിക്കുന്നവനാണെങ്കിൽ നിൻ്റെ അവസ്ഥ എപ്രകാരമായിത്തീരും? ഇവിടെ സഹോദരനെ പകയ്ക്കുന്നവൻ്റെ അനുഭവം, അവൻ ഇരിക്കുന്നത് ഇരുട്ടിലാണ്, അവൻ നടക്കുന്നത് ഇരുട്ടിലാണ്, അവൻ്റെ എന്താണ്? കണ്ണ് കുരുടാകിയാൽ അവൻ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല താനും എന്ന് ഇവിടെ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് തുടർന്ന് വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ 4-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാം. ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. വിലാപങ്ങൾ 4:14 അവിടെ പറയുന്നത്, അവർ കുരുടന്മാരായി വീതികളിൽ ഉഴന്ന് രക്തം പുരണ്ട് നടക്കുന്നു. അവൻ എന്താണ്? കുരുടന്മാരായി വീതികളിൽ ഉഴന്ന് രക്തം പുരണ്ട് നടക്കുന്നു, അവരുടെ വസ്ത്രം ആർക്കും തൊട്ടുകൂടാ. പലരും ഒരു തെറ്റായ അല്ലെങ്കിൽ ദൈവത്തിന് പ്രിയമുള്ളതായ ഒരു ജീവിതം നയിക്കുകയും അവർക്കിഷ്ടപ്രകാരം അവർ കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ സുഖത്തിനും അവരുടെ ആനന്ദത്തിനും വേണ്ടി
ഈ ലോകത്തിൽ നിഷേധിക്കപ്പെട്ടതായ കാര്യങ്ങളിൽ അവർ എത്തിപ്പെടുകയും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതം എപ്രകാരമായിരിക്കും? അവർ കുരുടന്മാരായി വീതികളിൽ ഉഴന്ന്, എന്താണ്, കണ്ണ് കാണാത്തവർ എപ്രകാരം വീതികളിൽ അവർ നടന്നു നീങ്ങുന്നുവോ, തപ്പിയും തടഞ്ഞു നീങ്ങുന്നുവോ, അതേ രീതിയിലായിരിക്കും അവരുടെ ആ ജീവിതമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വേറെ ആരുടെയും അല്ല. മദ്യത്തിന് കീഴടങ്ങി മദ്യലഹരിയിൽ ജീവിക്കുന്നതായ അനേകർ ഇന്ന് കേരളത്തിൽ നോക്കുമ്പോൾ അനേകർ ഇന്ന് മദ്യം കഴിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ യൗവനക്കാർ മദ്യം കഴിക്കുന്നു. ഇതിന് കാരണം എന്താണ്? ഇന്ന് കേരള ജനതയിൽ ഇന്ന് മുതിർന്നവർ അവർ വരുന്ന തലമുറയ്ക്കൊരു മാതൃകയായിരിക്കുന്നതിൻ്റെ കാരണത്താലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ മദ്യം കഴിച്ച് ആ മദ്യത്തിൻ്റെ ലഹരിയിൽ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് അതിൻ്റെയായ ലഹരിയിൽ എന്താണ് വീതികളിൽ ഉഴന്നു നടക്കുന്ന ഒരു അനുഭവമാണ് അവർക്ക് കണ്ണുണ്ടെങ്കിലും അവർക്ക് കാണാത്ത ഒരു അന്ധത പിടിപെട്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് നമുക്ക് സെഫനിയ അതിൻ്റെ 1:17 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കാത്തവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. നമ്മൾ എന്താണ്? ദൈവത്തോട് നാം പാപം ചെയ്യുമ്പോൾ നാം കുരുടന്മാരെ പോലെ നടക്കും എന്നാണ് ഇവിടെ പറയുന്നത്. നാം ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ കണ്ണുണ്ടെങ്കിലും കണ്ണ് ഇല്ലാത്തവൻ്റെ ഒരു അവസ്ഥ നിനക്കുണ്ടാകും. ദൈവത്തിന് എതിരായി വിരോധമായി പാപം ചെയ്യുന്നത് നമ്മൾ സൂക്ഷിക്കണം. എന്തെന്നാൽ നമ്മളെ ഒരു അന്ധൻ്റെ ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുമെന്നും ഒരു കുരുടനെ പോലെ നീ നടക്കേണ്ടി വരുമെന്നും നീ മനസ്സിലാക്കണം. അവർക്ക് കഷ്ടത വരുത്തുമെന്നാണ് പറയുന്നത്. ദൈവം അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും എന്നാണ് വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ എന്താണ്? നമ്മൾ ഈ വാക്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് നോക്കണം. ദൈവത്തോട് നീ പാപം ചെയ്യുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ കഷ്ടത വരും. നീ ഒരു കുരുടനെ പോലെ നീ നടക്കേണ്ടി വരും എന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇത് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ, സെഫനിയ പ്രവാചകനിലൂടെ അന്ന് ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയതായ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ഇന്ന് ആത്മീയ ഇസ്രായേലായി ജീവിക്കുന്ന നമ്മൾക്ക് ഈ സന്ദേശം വളരെയധികം അനിവാര്യമാണ്. പാപം എല്ലാ തരത്തിലും ഇന്ന് ഉച്ചഘട്ടത്തിലായിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തോടും നമ്മുടെ വിശ്വാസികളോടും ജീവനക്കാരോടും നമ്മുടെ കുടുംബാംഗങ്ങളോടും നമ്മുടെ മറ്റേ സ്നേഹിതന്മാരോടും നാം പാപം ചെയ്യാതെ നാം ദൈവത്തിന് പ്രിയമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നാം എപ്പോഴും പ്രയത്നിക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം. പ്രിയമുള്ളവരെ, നമുക്ക് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിടെ എന്താണ് പറയുന്നത്? അവരെ വിടുവീൻ, അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. ഒരു കുരുടന് വേറെ ഒരു കുരുടനെ വഴികാട്ടുവാനായിട്ട് സാധിക്കുമോ? അവൻ തന്നെ കാര്യങ്ങളൊന്നും തന്നെ വഴിയൊന്നും കാണുന്നില്ലെങ്കിൽ പിന്നെ വേറെ ഒരു കുരുടനെ അവൻ എങ്ങനെ മുന്നോട്ട് നയിക്കും? നമ്മൾ നോക്കുമ്പോൾ നിനക്ക് പക്വതയും പരിജ്ഞാനവും ഇല്ലെങ്കിൽ മറ്റൊരുവനെ നീ എപ്രകാരം നീ ഉപദേശിച്ച് അവനെ സന്മാർഗ പാതയിലേക്ക് നിന്നെ നയിക്കും? നീ ചെയ്യുന്ന കാര്യങ്ങൾ അത് തെറ്റായ കാര്യങ്ങളെങ്കിൽ വേറൊരുത്തിനെ അവനെ സന്മാർഗ പാതയിലേക്ക് നയിക്കുവാൻ നിനക്ക് ഉപദേശിക്കുവാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? നമ്മൾ തന്നെ ഒരു മാതൃകപരമായ ഒരു ജീവിതം നയിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ സന്മാർഗ പാതയിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും? പ്രിയമുള്ളവരെ, അവരെ വിടുവീൻ എന്നാണ് പറയുന്നത്. കുരുടന്മാരായ വഴികാട്ടികൾ എന്നാണ് പറയുന്നത്. അവർക്ക് ദൈവവചനത്തിനെ കുറിച്ച് പരിജ്ഞാനമില്ല, ദൈവവചനത്തെക്കുറിച്ച് വളരെ നിശ്ചയമില്ല.
ദൈവവചനത്തെക്കുറിച്ച് വളരെയധികം അറിവില്ലാതെ അവർ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ട്, എന്തൊക്കെയോ എടുത്ത് പ്രസ്താവിച്ചുകൊണ്ട് കുരുടന്മാരെ പോലെ അങ്ങനെയുള്ള രീതിയിൽ വചനഘോഷണം ഇന്ന് നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. എന്നാൽ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. എവിടെയാണ് വീഴുന്നതെന്ന് പറയുന്നത്? കുഴിയിൽ വീഴും. എന്താണ്? സത്യമറിയാതെ വേറൊരുത്തരെ സത്യത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ സത്യം അറിഞ്ഞവൻ വേറൊരുത്തനെ സത്യത്തിലേക്ക് അവനെ വഴി നടത്തുകയാണെങ്കിൽ അവൻ ആ പാപത്തെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ആ പാപമെന്ന പടുകുഴിയിലേക്ക് വീഴാതെ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല പ്രിയമുള്ളവരെ. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ വചനത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ പരിശോധിച്ച് നോക്കാം. അവിടെ എന്താണ് പറയുന്നത്? യെശയ്യാ പ്രവചനം 6:10 നമ്മൾ നോക്കുമ്പോൾ, ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചുകളയും ചെയ്യുക കർത്താവേ എന്ന് ഇവിടെ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. ജനം എന്താണ്? കണ്ണുകൊണ്ട് കാണാതെ ഇരിക്കട്ടെ, ചെവി കൊണ്ട് കേൾക്കാതിരിക്കട്ടെ, ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതിരിക്കട്ടെ. പല അവസരങ്ങളിൽ നാം നോക്കുമ്പോൾ ദൈവം ഇപ്രകാരമായ ഒരു അവസ്ഥയിലേക്ക് പലരെയും ദൈവം എത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. കണ്ണുണ്ടെങ്കിലും അവർക്ക് നന്മയായ കാര്യങ്ങൾ അവർക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. അവർക്ക് ചെവിയുണ്ടെങ്കിലോ നല്ല കാര്യങ്ങൾ, നല്ല ഉപദേശങ്ങൾ കേൾക്കുന്നത് അവർക്ക് തയ്യാറല്ല. അതുപോലെ തന്നെ എന്താണ്? അവരുടെ ഹൃദയം കൊണ്ട് നന്മയായ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ളതായ ആ കഴിവ് ദൈവം അവരിൽ നിന്ന് അകറ്റിക്കളഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നാം എത്താതെ നാം ദൈവീയമായ കാര്യങ്ങളെ ദർശിക്കുവാനും കേൾക്കുവാനും അതുപോലെ നന്മയായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മൾ ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന് പ്രിയകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപ്രകാരമായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവമേ എനിക്ക് പകരണമേ എന്ന് നാം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രിയമുള്ളവരെ. എന്നാൽ ഈ അവസ്ഥയിലേക്ക് ഒരിക്കലും ദൈവമേ ഞാൻ എത്താതിരിക്കുവാനായിട്ട് എന്നെ നീ സഹായിക്കണമേ, എന്നോട് മനസ്സറിയണമേ, എൻ്റെ പാപത്തെ നീ പൊറുക്കണമേ എന്ന് ദൈവത്തോട് നമ്മൾ വിലപിക്കേണ്ടത് അനിവാര്യമാണ് പ്രിയമുള്ളവരെ. തുടർന്ന് നമ്മൾ യെശയ്യാ പ്രവചനം 29-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ നാം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യത ഉള്ളവർക്ക് എന്താണ് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ ആ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പകരുന്ന ആ നാളിൽ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നതിനാൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും ഒരിക്കലും ചെവി കേൾക്കാത്ത ചെകിടന്മാർ അവർ പുസ്തകത്തിലെ വചനങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രിയമുള്ളവരെ. നാം അന്നാളിൽ എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ചെകിടന്മാരായുള്ളവർ അവർ വചനങ്ങൾ കേൾക്കും. കുരുടന്മാരുടെ കണ്ണുകളിൽ എന്താണ്? ഇരുളും അന്ധകാരം വേർതിരിച്ച് കാണുവാനുള്ള അനുഗ്രഹം ദൈവം അവർക്ക് പകരുകയും അതുപോലെ സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് വചനം ഇവിടെ പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുവാനായിട്ട്, അങ്ങനെയുള്ള അനുഗ്രഹം പ്രാപിച്ചവരായി ജീവിക്കുവാനായിട്ട് ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹം പകരണമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ദൈവമേ കർത്താവേ ഞങ്ങളുടെ ആത്മീയമായ ആ കണ്ണുകളെ തുറക്കണമേ കർത്താവേ, അന്ധതയുടെ ആ അവസ്ഥ ഞങ്ങളിൽ നിന്ന് നീക്കണമേ കർത്താവേ എന്ന് നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് നമ്മൾ വിലപിക്കുകയാണെങ്കിൽ ദൈവം ആ അനുഗ്രഹം പകരുമെന്നതിൽ ഒരു സംശയവുമില്ല പ്രിയമുള്ളവരെ. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? സങ്കീർത്തനങ്ങൾ 119 അതിൽ 18-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 119-ന്റെ 18-ാമത്തെ വാക്യം പറയുന്നത് എന്തെന്നാൽ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ
തുറക്കണമേ എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ പറയുന്നത്. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ ദർശിക്കുവാനായിട്ട് എൻ്റെ കണ്ണുകളെ നീ തുറക്കണമേ കർത്താവേ. ആത്മീയമായ അന്ധത എന്നിൽ നിന്ന് അകറ്റണമേ കർത്താവേ. ദൈവമേ, നിൻ്റേതായ മുഖദർശനം കർത്താവേ എനിക്ക് ലഭിക്കാനായിട്ട് നീ സഹായിക്കണമേ. നിൻ്റെ ആ വചനത്തിലുള്ള ആത്മീയമായ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നിൻ്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ എന്ത് ചെയ്യണം? തുറക്കണമേ എന്നാണ് വചനം പറയുന്നത്. നിൻ്റെ കണ്ണ് ആ ആത്മീയമായ അന്ധതയിൽ നിന്ന് കർത്താവെ അത് തുറക്കണമേ കർത്താവെ. നിന്നെ ദർശിക്കുവാനായിട്ട്, നിൻ്റെ വചനങ്ങളിലുള്ള അത്ഭുതങ്ങളെ ദർശിക്കുവാനായിട്ട് എന്നെ നീ സഹായിക്കണമേ കർത്താവെ എന്ന് നാം ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, വിലപിക്കണം. പ്രിയമുള്ളവരെ, തുടർന്ന് അവിടെ സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 13-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് എന്താണ് കാണുന്നത് നമുക്ക് നോക്കാം. ദരിദ്രനാകാതിരിക്കേണ്ടതിന് നിദ്രപ്രിയനാകരുത്. എന്താണ്? ദരിദ്രനാകാതിരിക്കേണ്ടതിന് നീ നിദ്രപ്രിയനാകരുത് എന്നാണ് പറയുന്നത്. കണ്ണുകൾ അടച്ച് അങ്ങനെ ഉറങ്ങാനായിട്ട് എത്രയോ പേർക്ക് ഇഷ്ടമാണ്. കണ്ണുകളടച്ച് എന്താണ് എപ്പോഴും ഉറങ്ങാനായിട്ട് പലർക്കും ഇഷ്ടമാണ്. നീ കണ്ണടച്ച് നീ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ എന്ത് കടന്നു വരും? ദാരിദ്ര്യം കടന്നു വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഉണർന്നാൽ മാത്രമേ, നിൻ്റെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ അനേക കാര്യങ്ങൾ ദർശിക്കുവാനും നീ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യുവാനും നിനക്ക് കഴിയുള്ളൂ. എന്നാൽ കണ്ണടച്ചുകൊണ്ട് എപ്പോഴും നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നീ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പടുകുഴിയിൽ നീ വീണ് നിൻ്റെ കയ്യോ കാലോ ഒടിഞ്ഞ് നിൻ്റെ ആ ശരീരത്തൊരു ക്ഷതം ഏൽക്കുമെന്നതിൽ സംശയവുമില്ല പ്രിയദാസനെ. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുന്നത്, നീ കണ്ണു തുറക്ക, നിനക്ക് വേണ്ടുവോളം ആഹാരം ഉണ്ടാകും. കണ്ണു തുറക്കുക എന്നാണ്, നിനക്ക് വേണ്ടുവോളം ആഹാരമുണ്ടാകും. ദൈവമേ, ഞങ്ങളുടെ ആ ആത്മീയ കണ്ണുകളെ നീ തുറക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടുവോളം ആത്മീയമായ ആ ആഹാരം ഞങ്ങൾ ഭക്ഷിപ്പാനും കർത്താവേ, നിൻ്റെ സന്നിധിയിലായിരിക്കാനും കർത്താവേ, നിന്നെ ദർശിക്കുവാനുള്ള ആ അനുഗ്രഹം അടിയങ്ങൾക്ക് നൽകണമേ കർത്താവേ എന്ന് നമ്മൾ ഓരോരുത്തരും നാം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാകുന്നു. കുരുടന്മാരെ പോലെ അല്ല. എന്താണ്? കുരുടന്മാരെ പോലെ അല്ല, ആത്മീയ അന്ധത പിടിപെട്ടവരെ പോലെ അല്ല, വചനം ഗ്രഹിക്കാൻ കഴിയാത്തവരെ പോലെ അല്ല, എന്നാൽ ആത്മീയമായ കണ്ണുകൾ തുറക്കപ്പെട്ടവരായി, ദൈവത്തെ ദർശിക്കുന്നവരായി, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ ദർശിക്കുന്നവരായി, കണ്ണു തുറന്ന് എന്നാണ് അവൻ്റെയായ ആ നന്മ, അവൻ്റെയായ നീതി, അവൻ്റെയായ ആ സന്മാർഗ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ദൈവീയ പാതയിൽ മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. വചനം പറയുന്നത് എന്നാൽ നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ ദർശിക്കുവാനായിട്ട് എൻ്റെ കണ്ണുകളെ നീ തുറക്കണമേ എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അവിടെ ഗേഹസിയുടെ കണ്ണുകളെ ദൈവം തുറന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സൈന്യത്തെ അവന് കാണുവാനായിട്ട് കഴിഞ്ഞു. ആ പ്രവാചകൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അവൻ വളരെയധികം പ്രയാസത്തോട് അവൻ വളരെയധികം വ്യസനിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ആത്മീയമായ കണ്ണുകൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തുറക്കുവാനായിട്ടും ദൈവത്തെ ദർശിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട കർത്താവേ, അടിയങ്ങളുടെ ആത്മീയ അന്ധതയെ അടിയങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റണമേ കർത്താവേ. ആത്മീയ അന്ധതയെ അകറ്റിക്കൊണ്ട് അങ്ങയെ ദർശിക്കുവാനും അങ്ങയുടെ ന്യായപ്രമാണത്തിന് അത്ഭുതങ്ങളെ ദർശിക്കുവാനാണ് സഹായിക്കണമേ. എല്ലാവരെയും അങ്ങോട്ട് അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ അയച്ചുകൊടുത്ത് പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. നിങ്ങൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ളതായ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന അഡ്രസ്സിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് എപ്പോഴും തയ്യാറായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.